വിശദമായ വാർത്തകളിലേക്ക്. ചക്രമുടിയിൽ റവന്യൂ വകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായ റിപ്പോർട്ട്. ഭൂമി കയ്യേറ്റം, അനധികൃത നിർമ്മാണം എന്നിവയെക്കുറിച്ച് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് റവന്യൂ വകുപ്പിന്റെ ഗുരുതര ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ഇടുക്കി വിഷൻ ലഭിച്ചു. 51 പേജുള്ള റിപ്പോർട്ട് 485 പേജുകളുള്ള അനുബന്ധ രേഖകളുമാണ് അന്വേഷണ സംഘം സർക്കാരിന് നൽകിയത്. വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ടിൽ റവന്യൂ വകുപ്പിന്റെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അവ ഇങ്ങനെയാണ്: വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ അപേക്ഷാ സ്ഥലം പരിശോധിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസറുടെയും ചാർജ് ഓഫീസറുടെയും റിപ്പോർട്ടിലും NOCയിലും ബ്ലോക്ക് 5 എന്നാണ്. എന്നാൽ റീസർവേ രേഖകൾ പ്രകാരം ഈ സ്ഥലം ബ്ലോക്ക് 4-ൽ ഉൾപ്പെട്ടതാണ്. ചാർജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ സ്ഥലപരിശോധന നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഈ റിപ്പോർട്ടിൽ തീയതിയുമില്ല. റിപ്പോർട്ട് നൽകിയിട്ടുള്ളതും NOC അനുവദിക്കാത്തതുമായ 5 അപേക്ഷകളിൽ 2 അപേക്ഷ ഒരേ വ്യക്തി നൽകിയിട്ടുള്ളതാണ്. വില്ലേജ് ഓഫീസർ ഈ അപേക്ഷകൾ പരിഗണിക്കുന്നതിന് ഒരേ ദിവസം തന്നെ ശുപാർശ ചെയ്തു. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിന്റർ ഗാർഡൻ എന്ന റിസോർട്ടിന് ബൈസൺ വാലി പഞ്ചായത്ത് പെർമിറ്റ്, ലൈസൻസ് എന്നിവ നൽകിയിട്ടില്ല. NOC നൽകിയിട്ടുള്ള 2 കേസുകളിലും അപേക്ഷ ലഭിച്ച പിറ്റേ ദിവസം തന്നെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്ക് ഓഫീസിൽ സമർപ്പിച്ചു. അന്വേഷണവും സ്ഥലപരിശോധനയും ഇല്ലാതെ റിപ്പോർട്ട് സമർപ്പിച്ച വില്ലേജ് ഓഫീസറുടെ നടപടി സംശയാസ്പദമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും വീടുകൾ നിർമ്മിക്കുന്നതിന് ഒരേ ദിവസം 2 NOC നൽകിയിട്ടുള്ളത് ഗാർഹിക ഉപയോഗത്തിനാണോ എന്നതിൽ സംശയം എന്നിങ്ങനെയുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ചക്രമുടിയിലെ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ നിർമ്മാണത്തിന് NOC നൽകിയതിൽ 7 ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. നിയമവിരുദ്ധമായി NOC അനുവദിച്ചതിൽ ദേവികുളം മുൻ തഹസിൽദാർ, ചാർജ് ഓഫീസറായ ഡെപ്യൂട്ടി തഹസിൽദാർ, ബൈസൺ വാലി മുൻ വില്ലേജ് ഓഫീസർ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായി റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചക്രമുടിയിലെ സർക്കാർ പാറപ്പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടുത്തി 14 ഏക്കർ 69 സെന്റ് പട്ടയ ഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയറെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.